എന്ന് വിജിലൻസ് പരിശോധിക്കും. ഇനി തറവാട് വീട് അദ്ദേഹത്തിന്റെ പേരിൽ അല്ല എന്നില്ല, മൂന്നാമത്തതാണ് ഈ ഫ്ലാറ്റ്, അല്ലെങ്കിൽ സ്വാഭാവികമായി രണ്ടാമത്തെ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു വീട് വെക്കാനേ അനുവാദമുള്ളൂ. അനുവാദമില്ല, രണ്ടാമതോ മൂന്നാമതോ വീട് വെക്കാം. പക്ഷെ അതിന്റെ സോഴ്സ് കാണിക്കണം, ഡിപ്പാർട്ട്മെന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റിന് പെർമിഷൻ വാങ്ങിക്കണം. അത് ചെയ്തതായിട്ട് എന്റെ അന്വേഷണത്തിലില്ല. അത് വിജിലൻസ് പരിശോധിക്കും. മറ്റൊരു പ്രധാന കാര്യം, 2015 തൊട്ടിട്ട് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിന്റെ ആനുവൽ പ്രോപ്പർട്ടി ഫൈനാൻസ് റിപ്പോർട്ട് ഉണ്ട്. എല്ലാ വർഷവും ഇതുപോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ്. ആ റെക്കോർഡുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ 10 ദിവസത്തെ മാറ്റമൊന്നും പിന്നെ പ്രോപ്പർട്ടി ഇല്ലല്ലോ. അത് വിജിലൻസ് അന്വേഷിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അപ്പോ ഇപ്പൊ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ അടിയന്തരമായി ചേർക്കേണ്ട ഒരു സംഗതിയാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട DGPക്ക് മുഖ്യമന്ത്രിക്ക് within 1 hour or 2 hours നമ്മൾ പരാതി നൽകുന്നുണ്ട്. അപ്പൊ ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. മറ്റൊരു കാര്യം, 2015 തൊട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രകളാണ്, വിദേശയാത്രകൾ. അദ്ദേഹം നിരവധി തവണ ഒരു പെർമിഷൻ ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പെർമിഷൻ എടുത്തു പോയതിൽ തന്നെ ചൂണ്ടിക്കാണിച്ച രാജ്യത്തേക്ക് മാത്രമല്ല അദ്ദേഹം പോയിട്ടുണ്ട്. പെർമിഷൻ എടുക്കുമ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുന്നു പേഴ്സണൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്രയുണ്ട്. അപ്പൊ അതിന്റെ കൃത്യമായ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഇന്ന് വിവരാവകാശ പ്രകാരം ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിവരാവകാശത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആനുവൽ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഡീറ്റെയിൽസും ചോദിച്ചു. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ള വസ്തുത.